ولا يسأل حميم حميما ولا يسأل حميم حميما ഒരു കൂട്ടുകാരനും നിനക്ക് തുണ വരാത്ത സ്ഥലമാണ് മഹ്ശറ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഒരു ചങ്ക് ബ്രോയും അങ്ങോട്ട് വരൂല. ഇവിടെ ദുനിയാവിലുണ്ടാകും ഒരുപാട് കൂട്ടുകാർ, എന്തു വന്നാലും ഓടി വരുന്നവൻ, ഏത് പാതിരാത്രിയിൽ നീ ഫോൺ വിളിച്ചാലും ഓടി വരുന്നവൻ, നിന്റെ ഏറ്റവും വലിയ സുഹൃത്ത്, നിനക്ക് ഏറ്റവും വലിയ വഴികാട്ടി, നിന്റെ ഏറ്റവും വലിയ സഹായി, നിനക്ക് പൈസ തന്ന് സഹായിക്കുന്നവൻ, നിന്റെ ദീനിയായ എല്ലാ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നവൻ, നിനക്ക് ഈ ദുനിയാവിൽ ഏതെല്ലാം കാര്യങ്ങൾ വേണോ അതൊക്കെ ചെയ്തു തരുന്ന നിന്റെ ചങ്ക് ബ്രോ, നിന്റെ കൂട്ടുകാർ, നിന്റെ കൂട്ടുകാരി, ഒരാളും നിനക്ക് തുണ വരൂല. മഹ്ശറ എന്ന് പറഞ്ഞാൽ അതാണ്. ഒരാൾ മറ്റൊരാളുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കാത്ത സ്ഥലമാണ് മഹ്ശറ. മഹ്ശറ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. സ്വന്തം മാതാപിതാക്കളിൽ നിന്ന്, മക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സഹോദരനിൽ നിന്ന്, സഹോദരിമാരിൽ നിന്ന് ഓടുന്ന സ്ഥലമാണ്. വല്ലാതെ ഭീതിതമാകുന്ന രംഗമാണ്. യുബസ്സറൂനഹും പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നിന്നെ വഴിപിഴപ്പിച്ചതായ സർവ്വജനങ്ങളെയും അല്ലാഹു നാളെ മഹ്ശറയിൽ നിന്റെ കൺമുന്നിൽ കാണിച്ചു തരുകയാണ്. നിന്നെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചവനാണ്, നിന്നെ ഇതാ തിയേറ്ററിലേക്ക് കൊണ്ടുപോയവനാണ്, നിന്നെ ഇതാ ആദ്യമായി ഇന്ന സീരിയൽ കാണടി എന്ന് പറഞ്ഞ് നിന്നെ നിർബന്ധിച്ചവളാണ്, നിന്നെ മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് ബ്ലൂ ഫിലിമുകൾ കാണാൻ നിന്നെ നിർബന്ധിച്ചതാകുന്ന കൂട്ടുകാരനാണ്, രാത്രിയുടെ യാമങ്ങളിൽ മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണു നട്ടിരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചവനാണ്, നിന്നെ എല്ലാ അശ്ലീലതയിലേക്കും കൊണ്ടുപോയവനാണ്, സിനിമാ തിയേറ്ററിലേക്ക് കൂട്ടിയവനാണ്, ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കാൻ കൊണ്ടുപോയവനാണ്. യുബസ്സറൂനഹും ഈ ദുനിയാവിൽ നിന്നെ ഏതെല്ലാം നിലയിൽ വഴിപിഴപ്പിച്ചവരുണ്ടോ അവരെല്ലാം അല്ലാഹു നാളെ മഹ്ശറയിൽ നിന്റെ കൺമുന്നിൽ കാണിക്കുകയാണ്. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. കത്തിച്ചൊരിക്കുന്ന നരകത്തെ കൺമുന്നിൽ കാണുമ്പോ വിറങ്ങലിച്ചുകൊണ്ട് മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, ഈ ദുന്യാവിൽ കള്ളുകുടിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്, ഈ ദുന്യാവിൽ അല്ലാഹു നൽകിയ സമ്പാദ്യത്തെ ഹറാമായ മേഖലകളിൽ ചെലവഴിച്ചതാകുന്ന സഹോദരനാണ്, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണിനെ പായിച്ചവനാണ്, കാതുകൾ കൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയതാകുന്ന ചെറുപ്പക്കാരനാണ്, അന്യപെണ്ണുമായി സംസാരിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്, അന്യപെണ്ണുമായി മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയതാകുന്ന സഹോദരനാണ്, സ്വന്തം ഭർത്താവ് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോ ആക്ടിങ് നടത്തിയവളാണ്, സ്വന്തം ഭർത്താവില്ലാത്ത സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ട് കൊടുത്ത് അവരെ വീട്ടിനുള്ളിൽ കൊണ്ടുവന്ന് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവളാ. കൊണ്ട് നരകമായ മനുഷ്യനതാ ദുനിയാവിൽ കഴിഞ്ഞുകൂടിയ മനുഷ്യൻ ആഖിറത്തിൽ പടച്ചറപ്പിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി. അല്ലാഹുവേ പടച്ചറപ്പേ, എന്റെ മകനെ നിനക്ക് ഞാൻ നൽകാം അല്ലാ, ഈ നരകത്തിലേക്ക് വലിച്ചെറിയാൻ എന്റെ പ്രിയപ്പെട്ട മകനെ, എന്റെ ചോരയിൽ പിറന്നതാകുന്ന പൊന്നുമോനെ നരകത്തിലിടാൻ നൽകാം അല്ലാ, ഈ നരകത്തിലേക്ക് എന്നെ നീ എറിയരുത് റബ്ബേ, നരകത്തിന്റെ വിറകൊള്ളിയാക്കി എന്നെ നീ മാറ്റരുത് അല്ലാ, ഞാനിതാ പ്രായച്ചിത്തമായിട്ട് എനിക്ക് പകരമായി മകനെ നൽകാം അല്ലാ. തീർന്നില്ല
തീർന്നില്ല. അവൻ വീണ്ടും വിളിച്ചു പറയുകയാണ് വസാഹിബതിഹി വഅഖീ വസാഹിബതിഹി വഅഖീ. എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ ഇന്നലെ വരെ തൊട്ടുരുമി അടക്കം പറഞ്ഞുകൊണ്ട് മുത്തം കൊടുത്ത് എന്നോടൊപ്പം ചേർന്ന് കിടന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നിനക്ക് ഞാൻ നൽകാം അല്ലാ. ഈ നരകത്തിലേക്ക് വലിച്ചെറിയാൻ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട് അതികഠിനമാകുന്ന ചൂടിനാൽ നിലകൊള്ളുന്നതായ കറുകറുത്തതാകുന്ന ഈ നരകത്തിന്റെ ഉള്ളിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നീ ഇട്ടുകൊള്ളുക അല്ലാ. എന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കല്ല അല്ലാ. എന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളെ നിനക്ക് ഞാൻ നൽകാം അല്ലാ. എന്നെ ഈ നരകത്തിലേക്ക് കടത്തരുത് റബ്ബേ. അള്ളാന്റെ പള്ളിയും മറന്നുകൊണ്ട് നമസ്കരിക്കാതെ കറങ്ങി നടന്നതായ യുവാക്കളില്ലേ, ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലുകൾ വന്നപ്പോ ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ അടിച്ചു പൊളിച്ചുകൊണ്ട് നടന്നതാകുന്ന മനുഷ്യനാണ് ഇന്നിതാ നരകത്തെ കൺമുന്നിൽ കാണുമ്പോ വിറങ്ങലിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ പടച്ചറപ്പേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി അല്ലാ, നീ മാഫുവ ചെയ്യണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. എന്റെ മകനെ എനിക്ക് പകരമായി നരകത്തിലിടൂ, എന്റെ ഭാര്യയെ ഇടൂ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇടൂ. ലോകത്താരെ വേണമെങ്കിലും നീ പറഞ്ഞാൽ അവർക്ക് പണം കൊടുക്കാതെ അഹങ്കരിച്ചുകൊണ്ട് നടന്നതാകുന്ന അഹങ്കാരികളില്ലേ, സ്വന്തം മക്കളെ പോലെ കാണേണ്ടതാകുന്ന പാവപ്പെട്ട യതീമക്കൾ നിന്റെ വീട്ടുമുറ്റത്ത് വന്നുകൊണ്ട് ശ്രീധനമെന്ന മഹാവിപത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്നതല്ലേ, പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചവരല്ലേ. വീടിൽ ഓട്ടോമാറ്റിക് ഗേറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് ഒരാൾ തന്റെ വീട്ടിനുള്ളിലേക്ക് കടന്നു വരരുത് എന്ന് പറഞ്ഞ് ഒരു യാചകരെ പോലും വീട്ടിനുള്ളിലേക്ക് കടത്താതെ അഹങ്കാരത്തിന്റെ കൊടുകുത്തി വാഴ്ത്തുന്നതായ ജീവിതം നയിച്ചവനല്ലയോ. വലിയതാകുന്ന കെട്ടിടങ്ങൾ പണിതുകൊണ്ട് കാസർഗോഡുള്ളതാകുന്ന ജനങ്ങളെ മുഴുവനും പേടിപ്പിക്കുന്ന തലത്തിൽ വലിയതാകുന്ന പണക്കാരായി ജീവിപ്പിച്ചവനല്ലേ. ഈ ദുന്യാവ് മുഴുവനും എന്റെ കൈവെള്ളയിലാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് നിലകൊണ്ടവനല്ലേ. പ്രവാസികളാകുന്ന സഹോദരങ്ങൾക്കിടയിൽ പോലും എനിക്ക് വലിയ മാർക്കറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നിലകൊണ്ടതായ മനുഷ്യനല്ലേ. അള്ളാന്റെ പള്ളിയെ വെറുത്ത, പരിശുദ്ധമായ ദീനുമായി ബന്ധമില്ലാത്ത, നമസ്കാരമില്ലാത്ത, തഖ്വയില്ലാത്ത നീ നാളെ മഹ്ശറയിൽ വന്നുകൊണ്ട് പറയുന്നതായ രംഗമാണ്, അല്ലാഹുവേ എന്നെ നീ നരകത്തിലിടരുത് അല്ലാ. ഈ സമയത്ത് അല്ലാഹു മലക്കുകൾ മുഖേന പറയുകയാണ്, കല്ലാ ഇന്നഹാ ലളാ, വേണ്ടടാ വേണ്ടടാ, 60-70 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലയോ. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മാ തദക്കർ വജാഅകുമുൻ നദീർ. 60-70 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലയോ, നിനക്ക് നല്ല ആരോഗ്യം നാം നൽകിയില്ലയോ, നിനക്ക് മുന്നറിയിപ്പുകാരായി നിന്റെ നാട്ടിൽ മദ്രസകളിലും നിന്റെ നാട്ടിൽ പള്ളികളിലും നിന്റെ നാട്ടിൽ പരിശുദ്ധമാക്കപ്പെട്ട മതവിജ്ഞാന വേദിയിലും വെച്ചുകൊണ്ട് ആലിമീങ്ങളെ കുറിച്ച്, നരകത്തെ കുറിച്ച് ആലിമീങ്ങളെ കൊണ്ട് മുന്നറിയിപ്പ് നൽകിയില്ലയോ, മഹ്ശറയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയില്ലയോ, പണം കൊണ്ട് അഹങ്കരിക്കണ്ട എന്ന് വ്യക്തമായി നിനക്ക് മുന്നറിയിപ്പ് നൽകിയില്ലയോ. വജാഅകുമുൻ നദീർ, അവരുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കാതെ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിട്ടവനല്ലേ. ഇന്നിതാ ഇന്നഹാലല്ലാ, ആ കാണുന്നത് ലളാ എന്ന നരകമാണ്. നിന്നെ അതാ നരകം മാടി വിളിക്കുകയാണ്. ഈ ദുനിയാവിൽ അറബിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വിവിധങ്ങളാകുന്ന ഹോട്ടലിലേക്ക് പോയിട്ടുള്ളതാകുന്ന പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, അറബിക്ക് ഫുഡ് എവിടെയാണ് കിട്ടുന്നത് അതന്വേഷിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതായ സഹോദരാ, ഏതെല്ലാം ഹോട്ടലുകൾ പോയിരുന്നു കൊണ്ട് ശവായ കഴിച്ചിട്ടുള്ളതാകുന്ന മുഅ്മിനീങ്ങളുണ്ടോ? ശവായ എന്ന പദം ലോകത്താദ്യമായി പറഞ്ഞത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്. നസാഅത്തൽ ലിശവാ, നസാഅത്തൽ ലിശവാ,
ലള എന്ന നരകത്തിൽ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ്. നരകത്തെ പരാമർശിക്കുന്ന സ്ഥലത്ത് അല്ലാഹു പറയുന്നു, ഒരു വ്യക്തിയുടേതാകുന്ന തല അവന്റെ മൂർധാവിൽ പിടിച്ച് അല്ലാഹു കൊണ്ടുവന്ന് ചുട്ടെടുക്കുന്നതായ നരകമാണ് ലള എന്ന നരകമെന്ന് വിശുദ്ധമായ ഖുർആൻ. തദ്ഉ മൻ അദ്ബറ വതവല്ല, പറകോട്ട് മാറിപ്പോയവനെ, ഖുർആൻ കേൾക്കാതെ പറകോട്ട് പോയവനെ, വാദിന്റെ മജ്‌ലിസിൽ വരാതെ വീടിന്റെ അകത്തലങ്ങൾ ഉറങ്ങി തീർത്തതാകുന്ന ചെറുപ്പക്കാരാ സഹോദരാ, ദീനിയായ മജ്‌ലിസുകളിലേക്ക് വരാതെ ആത്മീയതയിൽ നിന്ന് പുറകോട്ട് മാറി ചിന്തിച്ചതായ വ്യക്തിയെ, നിന്നെ ഇതാ നരകം മാടി വിളിക്കുകയാണ്, മാടി വിളിക്കുകയാണ്. ജഹീം എന്നുള്ളത് ഒരു നരകത്തിന്റെ പേരാണ്, ജഹന്നം എന്നുള്ളത് ഒരു നരകത്തിന്റെ പേരാണ്, ഹാവിയ എന്നുള്ളത് ഒരു നരകത്തിന്റെ പേരാണ്, ഹുത്തമ എന്നുള്ളത് ഒരു നരകത്തിന്റെ പേരാണ്. ഇതാ നരകത്തെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ലള എന്ന നരകമാണ്, നരകമാണ്. ഇതാർക്കുള്ളതെന്നറിയുമോ? സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിരാലംബര കവലംബമാകാതെ പിടിച്ചു വെച്ചുകൊണ്ട് സ്വന്തം തലയിനെ കിഴക്കീഴിൽ കൊണ്ടുവന്ന് സമ്പത്ത് അട്ടിക്കിറ്റ് വെച്ചതാകുന്ന സഹോദരങ്ങളില്ലേ, സമ്പത്ത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാതെ, സകാത്ത് കൊടുക്കാതെ, സ്വതക്ക കൊടുക്കാതെ, അമ്പരചുംബികളായ മണിമേടുകൾ വെച്ചുകൊണ്ട് മാളിക സൗധങ്ങൾ പണിതുയർത്തിക്കൊണ്ട് ജീവിച്ചവരില്ലേ, അവരെയാണ് ലള എന്ന നരകം വിഴുങ്ങുന്നത്. നിന്റെ മൂർധാവ് പിടിച്ച് ചുട്ടെടുക്കുകയാണ്, പൊരിച്ചെടുക്കുകയാണ് ആ നരകം ചെയ്യുക എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഓരോ നരകത്തിനും ഓരോ ശൈലിയാണ്. ജഹന്നം എന്ന നരകം അതിന്റെ പ്രത്യേകത എന്താ? പണം ഒരുമിച്ച് കൂട്ടിയിട്ട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാതെ വലിയായി, ധനികനായി, വലിയ സമ്പാന്യനായി, വലിയ റാഹത്തായിട്ട് കൂട്ടു സൂട്ടുകൊണ്ട് നടന്നതാകുന്ന മനുഷ്യൻ. പള്ളിയിലില്ല ഹാജിയായി, എപ്പോഴും ഭയങ്കര കൂട്ടു സൂക്കിട്ടിട്ട് ഭയങ്കര സംഭവമായിട്ട് നടക്കാൻ അങ്ങനെ നടന്ന മനുഷ്യൻ. ദീനിനൊരു ഗുണവുമില്ല, ദുനിയാവ് തന്നെ കെട്ടിപ്പൊതിഞ്ഞു വെച്ചുകൊണ്ട് നടക്കാൻ. അങ്ങനത്തെ മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കുന്നത് അവന്റെ മൂർധാവിൽ പിടിക്കാൻ, തലച്ചോറ് കരിച്ചെടുക്കാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതാണ് ശവായ, നരകത്തിലെ കോഴി കണ്ടിട്ടില്ലേ ഇറന്ന് കറങ്ങുന്നത്, അതേപോലെ കറക്കും. എന്താ കറക്കുന്നത്? തലയാണ് കൊണ്ടുപോയിട്ട് കറക്കുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഖുർആൻ പറയാണ് നരകത്തിന്റെ ശിക്ഷയാണത്. ഇനി ആ ശവായ കഴിക്കുമ്പോൾ ചിന്തിച്ചോണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ പദം അവിടുന്നാണ് വന്നത്. നമ്മളിത് മനസ്സിലാക്കണ ഈ ഉമ്മത്ത്. അപ്പൊ പണത്തിൻ്റെതാകുന്ന പണബലപ്പിൽ വിരാജിച്ച് അള്ളാഹുവിനെ മറന്ന് ജീവിച്ചാൽ ദുനിയാവും നഷ്ടം, ആഖിറവും നഷ്ടം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് മതി? വലിയ ആവണ്ട, തൽക്കാലം ഏത് മതി? മിസ്കീൻ മതി. കാര്യങ്ങൾ നടന്നു പോയാൽ മതി. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നീക്കിയിരിപ്പൊന്നുമില്ല, ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, അന്നുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകും. അവനാണ് മിസ്കീൻ. അള്ളാഹു നമ്മൾ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഫക്കീർ അങ്ങനെയല്ല. ഫക്കീർ എന്ന് പറഞ്ഞാൽ തീർത്തും ദരിദ്രനാണ്. ഒരു നയാ പൈസ പോലും കയ്യിലില്ല, അവനാണ് ഫക്കീർ. 5 പൈസ ഇല്ല എന്നർത്ഥം. എപ്പോഴും മറ്റൊരാളെ ആശ്രയിച്ച് നിൽക്കുക, ആളുകളുടെ മുന്നിൽ യാചിക്കാൻ മടിയില്ലാത്തവൻ, അവനാണ് ഫക്കീർ. ആളുകളോട് യാചിക്കും. ഒരാൾ അവിടെ പൈസ കൊടുക്കുന്നുണ്ടെന്ന് കണ്ടാൽ അയാൾ അത് പോയി വാങ്ങും, അവനാണ് ഫക്കീർ. മിസ്കീൻ അത് വാങ്ങൂല, കാരണം അഭിമാനശതം ഭയന്ന വ്യക്തിയാണ്. ആൾക്കാരുടെ മുന്നിൽ പോയി കൈ നീട്ടൂല, ഒരാളോട് ചോദിക്കൂല, 10 പൈസ താട്ടെ ചോദിക്കൂല. കുറെ കടം വാങ്ങുന്ന കൗമി നമ്മുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ കടം വാങ്ങി കൂടുക. ആദ്യം ഒരു 500 രൂപ വാങ്ങും. ആചാര്യ ഒരു 500 തരും. എന്തിനാ? അസറിന് തരാം. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊടുത്തേ. ളുഹർ ആവുമ്പോഴേ പൈസയും കൊണ്ട് തിരിച്ചു തരും. അപ്പോൾ നമ്മൾ ഓർക്കും നല്ല മനുഷ്യൻ, അസറിന് തരാമെന്നാണല്ലോ പറഞ്ഞത്, ളുഹറിനെ തന്ന് നല്ല പയ്യൻ. അടുത്ത ആഴ്ച ആകുമ്പോൾ ഹാജിയാരെ ഒരു 10,000 രൂപ തരും, അസറിന് തരാം. അപ്പോൾ വീണ്ടും കൊടുക്കും. ഇല്ല നേരത്തെ വന്ന പോലെ ളുഹറിന് കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. മഷിയിട്ട് നോക്കിയിട്ട് ആചാര്യ കാണുന്നില്ല, ആചാര്യ മുങ്ങി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതാണ് സമൂഹത്തിൽ നിന്ന് നടക്കുന്നത്. ആണോ അല്ലേ? കടം കൊടുക്കുന്നതല്ല പ്രശ്നം, പിന്നെ ആ കൊടുത്തത് തിരിച്ചു വാങ്ങാൻ പോകുമ്പോൾ ഉള്ള സ്നേഹബന്ധം കൂടി പോവാണ്. നേരത്തെ നല്ല ബന്ധമായിരുന്നു, അസ്സലാമു അലൈക്കും എന്നെങ്കിലും പറയായിരുന്നു. ഇപ്പൊ തിരിഞ്ഞു നിൽക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല.
വാട്സാപ്പിൽ അവൻ ഓൺലൈൻ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഉടനെ ഇവിടുന്ന് ഫോൺ അങ്ങോട്ട് മെസ്സേജ് വിടുകയാണ്. റെക്കോർഡിംഗ് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഉടനെ നമുക്ക് ഓഫ്ലൈനിൽ നമുക്ക് മുങ്ങിയേക്കും. അവൻ്റെ മെസ്സേജ് വരുന്നുണ്ട്, ഹാലാക്ക്, ഇനിയിപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും, വേഗം പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കടം വാങ്ങി കൂട്ടുക. ഇത് ആണുങ്ങളിലുമുണ്ട്, ഇപ്പോൾ പെണ്ണുങ്ങളിലുമുണ്ട്. ചെറിയ ചെറിയ കടങ്ങൾ ഇങ്ങനെ വാങ്ങുക. അയൽവക്കത്ത് നിന്ന് വാങ്ങുന്നത് എങ്ങനെയാണ്? അയൽവക്കത്തെ ഇച്ചാടുത്തുനിന്ന് വാങ്ങിച്ച ആരും അറിയണ്ട, പ്രത്യേകിച്ച് എൻ്റെ ഇക്ക അറിയണ്ട, ഒരു 500 രൂപ തന്നെ. പിന്നെ അയാൾ ആരോട് പോയി പറയാനാ? പടച്ചവനോട് പറയാൻ. ഈ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുത്തത് എന്തിനാന്ന് പിന്നെ ഭർത്താവ് ചോദിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ അല്ല ഉള്ള പൈസ മൊത്തം പോയി. പെണ്ണുങ്ങൾ വാങ്ങുന്നത് എങ്ങനെയാ? എൻ്റെ ഇച്ഛ അറിയാതെ ഇച്ഛ എന്ത് ചെയ്യുക, ഒരു 500 രൂപ ഇങ്ങ് തന്നേക്കാം. അപ്പൊ ആ ഇച്ഛ അറിയാതെ കൊടുത്തത് കഴിഞ്ഞ് അള്ളാഹു. പിന്നെ അല്ല പിന്നെ ആരോട് പോയി പരാതി പറയും? സമൂഹത്തിൽ നടക്കുന്നതാണ്. കല്യാണത്തിന് പോകുമ്പോൾ ആഭരണങ്ങൾ കൈമാറി അണിയുക. സ്വന്തം ആഭരണമല്ല ഇടുന്നത്, മറ്റൊരു തന്നെ ആഭരണം ഇട്ടുകൊണ്ട് പോവാ. വളയും മാലയൊക്കെ ഇട്ടുകൊണ്ട് പോവാ. ആരുടെ? അയൽവക്കത്തെ വീട്ടിലാണ് ഇട്ടുകൊണ്ട് പോയിട്ട് അവസാനം പിന്നെ ചോദിക്കുമ്പോൾ പറയാ ബാങ്കിൽ പണയത്തില്ല, പിന്നെ എടുത്തു തരാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ കൊണ്ട് പണയവും വെച്ച് ഉള്ള സ്നേഹബന്ധം മുഴുവൻ പോവാൻ. കടം വാങ്ങി കൂട്ടരുത്, വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ഒരു പൈസ ഒരാളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 5000 വാങ്ങുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ആ 5000 കൊടുക്കാനുള്ള ഒരു സോഴ്സ് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കുന്നതാകുന്ന സമയത്ത് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ 5000 വാങ്ങാവുള്ളൂ. ഇത് 5000 വാങ്ങാൻ ശേഷിയുള്ളവൻ 5000 കൊടുക്കാൻ ഒക്കെയാണ്. അവൻ എത്രയാ വാങ്ങുക? അവൻ 25000 വാങ്ങാൻ. അവൻ പിന്നെ ആകെ ഇടങ്ങേറായി. എന്നിട്ട് ഇങ്ങനെ റോളിംഗ് ആണ് ചിലര്. അവിടെ ഇട്ട് ഇവിടുന്ന് വാങ്ങി അങ്ങോട്ട് വെക്കും, അവിടുന്ന് വാങ്ങി ഇങ്ങോട്ട് വെക്കും, ഇവിടുന്ന് വാങ്ങി അങ്ങോട്ട് വെക്കും. ഇത് തന്നെ പരിപാടി. ഇതല്ല ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്നത്. ഉള്ള ബന്ധങ്ങൾ മുഴുവൻ പോവാ. അവസാനം പള്ളി വരാൻ കഴിയുന്നില്ല, സലാം പറയാൻ പറ്റുന്നില്ല, 10 പേരുടെ മുന്നിൽ വരാൻ പറ്റുന്നില്ല. കാരണം കടക്കാരനായി പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അതിനൊരു വഴിയുണ്ട്, അതാ ഇപ്പൊ പറയാൻ പോകുന്നു. മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം. വേണോ വേണ്ടയോ? അങ്ങനെ വേണമെന്നുള്ളവർ കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. എത്ര പേരുണ്ട്? അല്ല, ഇപ്പൊ എല്ലാവരും ഉണ്ട്. നേരത്തെ ആരാ ഒനിയെന്ന് വെച്ചപ്പോൾ പൊക്കാത്ത കൗമും ഇപ്പൊ പൊക്കിയിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ശരിയട്ടെ. അതെല്ലാവർക്കും വേണ്ട ഒരു സംഗതിയാണ്. ഒരാളുടെ മുന്നിൽ കൈനീട്ടാതെ നമുക്ക് ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനൊരൊറ്റ പണിയേ ഉള്ളൂ, നമുക്കൊക്കെ അറിയാവുന്ന പണിയാണ്. ഏതാണത്? 5 വഖത്ത് നമ്മൾ നിസ്കരിക്കണം, നമ്മുടെ കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ്. ഒരാളോടും ഒരു മനുഷ്യനോടും 5 രൂപ പോലും ചോദിക്കേണ്ടി വരില്ല. 5 വഖത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കണം, നമ്മുടെ കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദാദാ ആയത്ത് സൂറത്തു ത്വാഹ ശരിക്കും ശ്രദ്ധിക്കണേ. അത് മാത്രമാണ് ഇന്ന് 10 വിശദീകരണം, വേറെ ഒന്നും പറയുന്നില്ല. അതിലേക്ക് മാത്രം കൊണ്ടുവരികയാണ്. കാരണം നമുക്ക് മിസ്കീനായി ജീവിച്ചാൽ മതി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതും. അതാണ് ഏറ്റവും വലിയ ഖൈർ. കാര്യങ്ങൾ നടന്നു പോയാൽ മതി. ഒരുപാട് നീക്കിരിപ്പൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അതൊക്കെ നാളെ ആഖിറത്തിൽ ഹിസാബ് നേരിടേണ്ടി വരും. ഒരുപാട് പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം. പോയ പോരെ? നല്ല വീട്, നല്ലൊരു വാഹനം, നല്ല സൗകര്യങ്ങൾ, കാര്യങ്ങൾ നടുക. അല്ലലില്ലാതെ കാര്യങ്ങൾ പോവുക. ഒരാളുടെ മുന്നിൽ കൈനീട്ടണ്ട. അതാണ് ഏറ്റവും വലുത്. ഒരുപാട് ബാങ്ക് ബാലൻസ് വെച്ചിട്ട് ആഖിറത്തിൽ ഹിസാബ് നേരിടേണ്ടി വരുന്നതിനേക്കാൾ നല്ലത് കാര്യങ്ങൾ നടന്നു പോയാൽ പോരെ? മതി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, പാവപ്പെട്ടവരോടൊപ്പം എന്നെ നീ ജീവിപ്പിക്കണേ അല്ലാ. പാവപ്പെട്ടവരോടൊപ്പം എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. പാവപ്പെട്ടതാകുന്ന ജനകോടികളോടൊപ്പം എന്നെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. എന്നെ നീ ഒരുമിപ്പിക്കണേ അല്ലാ. പാവപ്പെട്ടവനായി ജീവിപ്പിച്ച് പാവപ്പെട്ടവനായി മരിപ്പിച്ച് പാവപ്പെട്ടവരോടൊപ്പം മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടണേ നബി മുഹമ്മദ് മുസ്തഫ. അത് നല്ല ദുആ ആണ്. നമ്മളൊക്കെ കാണാതെ പഠിക്കുകയും എപ്പോഴും ദുആ ചെയ്യുകയും ചെയ്യേണ്ട ദുആ ആണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
എന്താ ദുആ? അല്ലാഹുമ്മ അഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. പാവപ്പെട്ടവനായി എന്നെ നീ ജീവിപ്പിക്കണേ അല്ലാ, പാവപ്പെട്ടവനായി എന്നെ നീ മരിപ്പിക്കണേ അല്ലാ, പാവപ്പെട്ടവരോടൊപ്പം എന്നെ നീ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ആണ്, പ്രാർത്ഥനയാണ്. അതാവാനാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് വേണം? അല്ലലില്ലാതെ അന്നം മുട്ടാതെ കാര്യങ്ങൾ നടന്നു പോകണം. റിസ്ക് വിശാലമാകണം. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, വീട്, വാഹനം, പാർപ്പിടങ്ങൾ, നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ, അതിലെല്ലാം ഉൾപ്പെട്ടു. ഭക്ഷണം ഉൾപ്പെട്ടതിനാണ് എന്ന് പറയുക റിസ്ക് എന്ന പദം പറയുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ റിസ്ക് നമുക്ക് നിത്യമായി മുടങ്ങാതെ കിട്ടണോ? അല്ലാഹ് പറയാണ്. ഇതാ കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം. ആയത്ത് ഖുർആനാണ്, ശരിക്കും ശ്രദ്ധിക്കണം. എന്തിനാ ഇപ്പോൾ ഞങ്ങളോട് ഇത് പറയുന്നു ഉസ്താദെ? അത് ഈ മാസത്തിലാണ് പറയേണ്ടത്. ഈ മാസമാണ് റജബ് 27-ാം രാവിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ തിരുഹദറത്തിൽ പോയി അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ കയ്യിലേക്ക് നിസ്കാരം എന്ന മഹനീയമായ അമല് നൽകി. ആ നിസ്കാരത്തിന്റെ വാർഷികം കഴിക്കുന്നതായ സമയവും സന്ദർഭത്തിലുമാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നൽകുന്ന ഏറ്റവും നല്ല സന്ദേശം അത് തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മതഅനാ ബിഹി അസ്വാജം മിൻഹും സഖറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹി വരിസുഖു റബ്ബിക ഖൈറു വഅബ്ഖാ وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ത്വാഹയിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മതഅനാ ബിഹി അസ്വാജം മിൻഹും. ഈ ദുനിയാവിൽ അല്ലാഹു ചില ഇണകൾക്ക് നൽകിയിട്ടുള്ളതാകുന്ന സമ്പത്ത് കണ്ട്, അവർക്ക് അല്ലാഹു കൊടുത്തതാകുന്ന ആർഭാട ജീവിതം കണ്ട്, ദുന്യവിയാകുന്ന ജീവിതം കണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടരുതേ. വലാ തമുദ്ദന്ന ഐനൈക, നിന്റെ രണ്ട് കണ്ണ് നീട്ടണ്ട. ഇലാ മാ മതഅനാ ബിഹി അസ്വാജം മിൻഹും, ദുനിയാവിൽ അല്ലാഹു ചില ഇണകൾക്ക്, ചില ദമ്പതിമാർക്ക് കൊടുത്തതായ സൗകര്യങ്ങൾ കണ്ടിട്ട് നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടണ്ട. അസൂയപ്പെടണ്ടെന്നർത്ഥം. അത് കണ്ടിട്ട് നീ കൊതിക്കണ്ട. ചില ആളുകളുണ്ടല്ലോ, അയൽവാസിയാകുന്ന ഒരു വ്യക്തി, അവന് വീട് കിട്ടി, വലിയ വണ്ടി എടുത്തു, വാഹനമെടുത്തു, അപ്പൊ ഉള്ളിലിങ്ങനെ അസൂയ, നെരിപ്പോട്, അല്ലോ അവനെ നശിച്ചു കണ്ടാൽ മതിയായിരുന്നു, ഹലാക്കായ മതിയായിരുന്നു. ഈ ചിന്താഗതി പാടില്ല. അല്ലെങ്കിൽ അതിനേക്കാൾ വലുത് എനിക്ക് വേണം, ആ ഒരു ചിന്ത വെച്ചിട്ട് ദുന്യാവിനോട് നിനക്ക് താല്പര്യം വേണ്ട, ദുന്യാവ് വേണ്ട. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മതഅനാ ബിഹി അസ്വാജം മിൻഹും. ചില ഇണകൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് കണ്ണ് നീട്ടണ്ട. അല്ലാഹു പറയാൻ, എന്തിനാ അല്ലാഹു അവർക്കത് കൊടുത്തത്? ലിനഫ്തിനഹും ഫീ, ലിനഫ്തിനഹും ഫീ. അവർക്ക് അല്ലാഹു ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് പരീക്ഷണമാണ്, പരീക്ഷണമാണ്. ചിലർക്ക് അല്ലാഹു വലിയ ആർഭാടകരമാകുന്ന ജീവിതം കൊടുക്കും ദുനിയാവിൽ, വലിയ വാഹനം, വലിയ വീട്, സൗകര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നീ മനസ്സിലാക്കും, അല്ലാഹു ഇവർക്ക് എന്താ കൊടുത്തിരിക്കുന്നത്, അല്ലേ, എത്ര റാഹത്താണ് എന്ന് കരുതണ്ട. അതൊക്കെ ഒരു പരീക്ഷണമാണ് അവർക്ക്. ഇതുകൊണ്ട് റബ്ബിനെ മറക്കുന്നവരാണോ, അതല്ല റബ്ബിനെ പരിപൂർണമായി ഓർക്കുന്നവരാണോ? 5 വഖത്ത് നിസ്കാരങ്ങൾ ഇവർക്ക് മുറപോലെ നിർവഹിക്കാൻ പറ്റുന്നുണ്ടോ? അതല്ല ഈ പണവും പണച്ചാക്കും ഒക്കെ കാരണമായിട്ട് ഈ വലിയതാകുന്ന വീടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് റബ്ബിനെ മറന്നാണോ ഇവർ ജീവിക്കുന്നത്? അതൊരു പരീക്ഷണമായിട്ട് അല്ലാഹു കൊടുത്തതാണ്.
അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ പണക്കാരാകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ദുന്യാവിന്റെ വലിയ ആർഭാടങ്ങൾ കാണുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ പറയൽ സുന്നത്തുള്ളൊരു വാക്കുണ്ട്. ഏതാണത്? നല്ലൊരു വീട്, വിശാലമാകുന്ന സൗകര്യങ്ങൾ, എല്ലാവിധമാകുന്ന സൗകര്യങ്ങൾ, സെൻട്രൽ AC ചെയ്തിട്ടുള്ളതാകുന്ന ഒരു സൗകര്യം, വലിയ വാഹനം, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് പറയണം? അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ, അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ. നമ്മൾ പറയേണ്ട വാക്കാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ആഖിറത്തിലെ ജീവിതമല്ലാതെ ഒരു ജീവിതവുമില്ല അല്ലാ. ഇതൊക്കെ നശ്വരമാണ്, നശ്വരമാണ്. ദുന്യാവ് നശിക്കാനുള്ളതാണ്. അനന്തവും അനശ്വരവുമാകുന്ന ലോകമല്ലേ പരലോകം. അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ, പരലോക ജീവിതമല്ലാതെ ഒരു ജീവിതമില്ല അല്ലാ. മുഅ്മിനായ മനുഷ്യന് പറയൽ സുന്നത്തുള്ള വാക്കാണ്. നമ്മളിൽ പറയുന്നുണ്ടോ അത് വേറെ വിഷയം. അല്ലാഹു നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞ എല്ലാവരും അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ പഠിച്ചു വെക്കേണ്ട വാക്കാണ്. ദുന്യാവിന്റെ പ്രൗഢിയും അലങ്കാരവും കാണുമ്പോൾ നമ്മളിത് പറയണമെന്നാണ്. അപ്പൊ ആ കണ്ണേറങ്ങ് പോകും. നമ്മുടെ ഒരു കണ്ണേറുണ്ടല്ലോ, അടിച്ചു പോകാൻ അത് മതി. അള്ളാഹു നമ്മളെ സാരിയും ചേർക്കട്ടെ. അള്ളാഹു അവനെ ഖൈർ വരുത്തട്ടെ എന്ന് ഹാജിയാറെ കൈക്ക് പിടിച്ച് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്? നശിക്കട്ടെ എന്നൊരു ദുആ കൂടി ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ ആയിപ്പോയി മനുഷ്യപ്രകൃതൻ. അയൽവാസി നല്ല വീട് വെച്ച് നല്ല റാഹത്താൻ ചെന്നിട്ട് അരിയറേ റാഹത്തല്ലേ, സൂപ്പറായിട്ടുണ്ട്, നല്ല റാഹത്തായിട്ട്, നല്ല റാഹത്ത്. വീട്ടിൽ വന്നിട്ട് പറയും, എന്താണ് അവൻ കാണിച്ചു വെച്ചിരിക്കുന്നത്, പൊളച്ചോനെ അടുത്ത് പറയണ്ടോ, ഭയങ്കര. ഇതാണ് നമ്മുടെ സ്വഭാവമാണത്, സ്വാഭാവികമാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടാലും എന്ത് പറയണം? അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ, ആഖിറത്തിലെ ജീവിതമാണ് പടച്ചറബ് യഥാർത്ഥ ജീവിതം. ഇതൊക്കെ നശ്വരമാണ്, ഇതൊക്കെ പോകും. ഇന്നല്ലെങ്കിൽ ഇതെല്ലാം നീങ്ങാൻ പോവാൻ. ആരാ ഇവിടെ ശാശ്വതത്വമുള്ളത്? വലിയ വീട് വെച്ചതാകുന്ന ആളുകൾ അതിനുള്ളിൽ താമസിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇതൊക്കെ തീരൂലേ? നിങ്ങൾ പ്രവാസികളെടുത്ത് പരിശോധിച്ചു നോക്ക്. പാവപ്പെട്ടതാകുന്ന പ്രവാസികളാകുന്ന സഹോദരങ്ങൾ നമ്മുടെ നാട്ടിൽ എത്രയോ ഉണ്ട്. കാസർഗോഡിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടുതലായിട്ടുള്ളത് പ്രവാസികളായ സഹോദരങ്ങളാണ്. അള്ളാഹു അവർക്ക് ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. നമ്മുടെ പള്ളികളും പള്ളികളുടേതാകുന്ന മിനാരങ്ങളും വലിയ വലിയ സൗധങ്ങളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും യതീംഖാനകളും ഒക്കെ കെട്ടിപ്പടുക്കാൻ കാരണക്കാര പ്രവാസികളായ സഹോദരങ്ങളല്ലേ? അവരുടെ ഒരു പണമില്ലാതെ ഇവിടെ എന്തുയരും സഹോദരങ്ങളെ? ഒന്ന് ചിന്തിക്കുക. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, MLA അടക്കമുള്ളവർ സൂചിപ്പിച്ചു ലണ്ടൻ മുഹമ്മദ് ഹാജിയെ കുറിച്ച്. അദ്ദേഹം അടക്കമുള്ളതാകുന്ന എത്രയോ ആളുകൾ സമ്പത്ത് കൊണ്ട് പാവങ്ങളുടെ കണ്ണീരൊപ്പി അള്ളാഹുവിനെ മറക്കാതെ ജീവിച്ചു. അതിന്റെ പേരിൽ ഇന്നും ഈ നഗരിയും ഈ സദസ്സും 8 ദിവസത്തോളം നീണ്ടുനിന്ന മതവിജ്ഞാന വേദിക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഉപ്പളയിലെ മണ്ണംകുഴിയിലുള്ള ഈ വിപുലമായ മജ്‌ലിസിൽ ഇപ്പോഴും നമ്മൾ അവരെ ഓർക്കുകയാണ്. പണക്കാരായ ആളുകൾ, പ്രവാസികളായ ആളുകൾ, അല്ലെങ്കിൽ പ്രവാസികളാകുന്ന സഹോദരങ്ങൾ, പണക്കാരാകട്ടെ മറ്റ് ഏത് സ്ഥലത്തിലുള്ളവരാകട്ടെ, ആരെയും നമ്മൾ മറക്കാൻ പറ്റൂല. അവർ നൽകുന്ന ചെറിയ നാണയത്തൊട്ട് വരെ ഓരോ പള്ളികളിലും മദ്രസകളിലും ദീനീ സ്ഥാപനങ്ങളിലും യതീംഖാനകളും ഒക്കെ വളരാൻ കാരണമായിട്ടുണ്ട്. അള്ളാഹുർക്ക് ബറക്കത്ത് ചൊരിയട്ടെ. 30 വയസ്സുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ 25 വയസ്സുള്ള ഒരു മനുഷ്യൻ പ്രവാസ ലോകത്തേക്ക് പോകുന്നു. 30, 40, 50 കൊല്ലമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തലയിൽ മുടിയില്ല. അവൻ്റെ മുടി മൊത്തം പോയിട്ടുണ്ട്. അവിടുത്തെ വെള്ളത്തിൻ്റെ ഉപയോഗം കാരണം ചിലപ്പോൾ അത് പ്രയാസമായിട്ടുണ്ട്. നല്ല മുടി കിളിർത്തു പോയ നല്ല ചെറുപ്പക്കാരൻ, അവൻ്റെ യുവത്വത്തിൻ്റെ പ്രസരിപ്പ് മുഴുവൻ പോയിട്ടുണ്ട്, ആരോഗ്യം മുഴുവൻ ക്ഷയിച്ചിട്ടുണ്ട്. നാട്ടിലേക്ക് വരുമ്പോൾ ഒരു പെട്ടി ഗുളികയാണ്. ഒരുപക്ഷെ ചിലപ്പോൾ ഒരു അറ്റാക്ക് വന്നപ്പോഴായിരിക്കും ജോലി പോലും ഇല്ലാതായി നാട്ടിലേക്ക് അവനെ കയറ്റിവിടുന്നത്. തിരിച്ചു വരുമ്പോൾ അവന് ഒന്നുമില്ല, ഒന്നും അവൻ സമ്പാദിച്ചിട്ടില്ല, അവന് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ല. സമ്പാദിച്ച മുഴുവനും നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. വീട് വെക്കുന്ന എത്രയോ പ്രവാസികൾ എനിക്കറിയാം, എത്രയോ പാവപ്പെട്ട സഹോദരങ്ങൾ വീട് വെച്ചിട്ട് 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം പോലും തികച്ച് കുടുംബത്തോടൊപ്പം ഉറങ്ങാൻ അവന് സാധിച്ചിട്ടില്ല. വർഷങ്ങളോളം കാത്തിരുന്നുകൊണ്ട് പണിതാകുന്ന മനോഹരമായ രമ്യഹർമ്മങ്ങൾ പണിത് തീർത്തിട്ട് ആ വീട്ടിനുള്ളിൽ അവന് ഇന്ന് റാഹത്തായിട്ട് വിശ്രമിക്കാൻ സാധിച്ചിട്ടില്ല.
5-6 ദിവസം കഴിയുമ്പോൾ ലീവ് കഴിയാൻ പെട്ടെന്ന് തന്നെ പോവാൻ, അല്ലെങ്കിൽ വിസ പുതുക്കണം, എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഇങ്ങനെയുള്ള എത്രയോ പ്രവാസികളാകുന്ന സഹോദരങ്ങൾ, കണ്ണീരിനാൽ പടുത്തതാകുന്ന എത്രയോ പള്ളികളുണ്ട്, എത്രയോ മദ്രസകളുണ്ട്. നാട്ടിൽ കുടുംബക്കാർ ചോദിക്കുന്നു, ഇന്ന വീട്ടിൽ കല്യാണമുണ്ട്, അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ പെരകൂടലാണ്, അവിടെ പൈസ എന്തെങ്കിലും കൊടുക്കണം, ഇന്ന പെണ്ണിനെ കെട്ടിച്ചയക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്, എന്തെങ്കിലും കൊടുക്കണം. ഇത് പറഞ്ഞിട്ട് ഭാര്യ വിളിക്കുമ്പോ, ഉമ്മ വിളിക്കുമ്പോ, മാതാപിതാക്കൾ വിളിക്കുമ്പോ നൊമ്പരത്തോടുകൂടി നിലകൊള്ളുന്ന മനുഷ്യൻ 5000 രൂപ കയ്യിലുള്ളവൻ നാട്ടിലേക്ക് കൊടുക്കുമ്പോൾ മറ്റൊരുത്തർ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് ഒരു 5000 കൂടി കടം വാങ്ങിയിട്ട് 10,000 ആക്കിയിട്ട് കൊടുത്തുവിടാൻ. മനസ്സിലാക്കണം, കടം വെച്ചിട്ടാണ് അവൻ വിടുന്നത്. കടബാധ്യതയുടെ കൂട്ടം കൂട്ടാണ്. പക്ഷെ നാട്ടിലുള്ളവൻ അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല, ഭാര്യ അറിയുന്നില്ല, മാതാപിതാക്കൾ അറിയുന്നില്ല ഈ പ്രവാസിയാകുന്ന ഈ മനുഷ്യൻ്റെതാകുന്ന കഷ്ടപ്പാട്. കാരണം നാട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ മംഗലാപുരത്തും കണ്ണൂരിലും എയർപോർട്ടിൽ വന്നിറങ്ങി വീട്ടിലേക്ക് എത്തുമ്പോൾ നല്ല പെർഫ്യൂമിന്റെ മണാണ്, നല്ല ആസ്വദിക്കാൻ പറ്റുന്നതാകുന്ന നിലയ്ക്കുള്ളത്, നല്ല കൂടി അത്ര പൂശിയിട്ട് വന്നിരിക്കാൻ. ഇന്നലെ വരെ വിയർപ്പിന്റെ ഗന്ധമായിരുന്നു ശരീരത്തിലുണ്ടായിരുന്നത്. ഇന്ന് ഒരു വസ്ത്രം വാങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് കൂട്ടുകാരൻ വാങ്ങിച്ചു കൊടുത്ത് ഒരു ഉടുപ്പുവിട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട് നാട്ടിലെത്തുന്നതിന് മുമ്പ് ശരീരത്തിലേക്ക് ഒരു സ്പ്രേയും തൂത്ത് ആ സ്പ്രേയുടെ കുപ്പ് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് നാട്ടിലുള്ള ഒന്നെങ്കിലും ഉസ്താദുമാരുടെ കയ്യിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുത്ത് അവർക്ക് കയ്യിലണിഞ്ഞിരിക്കുന്നതാകുന്ന വാച്ച് പോലും അവർക്ക് ഊരി കൊടുത്തിട്ട് പോകുന്ന പാവപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങൾ, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഒരുപാട് കഥകൾ അവരെ കുറിച്ച് പറയാനുണ്ട്. എത്രയോ പാവങ്ങൾ പ്രവാസ ലോകത്ത് ചെല്ലുമ്പോൾ അവരുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറയാൻ, വാട്സാപ്പിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് അവരുടെ മെസ്സേജുകൾ അനുദിനം വന്നുകൊണ്ടിരിക്കാൻ. വീട്ടിൽ ഭാര്യമാര് പ്രയാസപ്പെടുത്തുന്നതിന്റെ കഥ പറഞ്ഞു, കിട്ടിയതാകുന്ന സൗഭാഗ്യങ്ങളൊന്നും പോരാ, വീണ്ടും വീണ്ടും അവൻ്റെതാകുന്ന എല്ല് മുറുകി പണികിയെടുത്തിട്ടും ചോര നീരാക്കി ഉണ്ടാക്കിയ പണം അയച്ചിട്ടും നിങ്ങളുടെ ജോലി ഇതൊന്നും പോരാ, നിങ്ങൾ ഇനിയും കഷ്ടപ്പെടണം, നമുക്ക് ഇനിയും ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഭാര്യമാർ ഭർത്താവിനെ നിർബന്ധിക്കാൻ, പ്രയാസപ്പെടുത്താൻ, നല്ല ഹൈറായ വിസയ്ക്കുള്ളതാകുന്ന ജോലി പോലും കളഞ്ഞിട്ട് ഭാര്യ പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് കഷ്ടതകളും യാതനകളും അനുഭവിച്ചുകൊണ്ട് നിലകൊള്ളുന്ന, ഒരുപാട് പ്രയാസങ്ങൾ മനസ്സുരുതിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹമാണ് പ്രവാസികൾ. സ്വന്തം മക്കളെ പോലും വേണ്ട രീതിക്ക് ഒന്ന് പരിപാലിക്കാൻ സാധിക്കാത്ത വിഭാഗം. മാസങ്ങളായി മക്കളെ കണ്ടിട്ട് ജന്മം എടുത്തതാകുന്ന കുട്ടിയെ കാണുമ്പോൾ നാട്ടിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ 3-4 വർഷങ്ങൾ കഴിയാൻ, കുട്ടിക്ക് 4 വയസ്സ് കഴിഞ്ഞിരിക്കാൻ, സ്വന്തം ഉപ്പയെ നല്ല രീതിയിൽ പോലും അടുത്ത് കാണാൻ പറ്റാത്തതാകുന്ന മക്കൾ, ആ മക്കളെ ചേർത്ത് നിർത്തിയിട്ട് മാന്യമാകുന്ന ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാൻ സാധിക്കാത്ത പിതാവ്, അവരുടെയൊക്കെ നൊമ്പരം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മളൊരു 10 ദിവസം നാട്ടിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോഴേ അറിയുള്ളൂ. നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് പ്രവാസികളുടേതാകുന്ന സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും നമ്മൾ ശരിക്കും തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാസികളായിട്ടുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും ഖൈറിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ. അവര് നൽകുന്ന 1 രൂപയാണെങ്കിൽ പോലും അതിന് വലിയതാകുന്ന മാറ്റുണ്ട് എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം. ഞാനിത് പറയുന്നത് മറയ്ക്കപ്പുറത്തിരിക്കുന്ന പ്രായം ചെന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. സ്വന്തം ഭർത്താവിൻ്റെതാകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും തിരിച്ചറിയാതെ ഇവിടെ അടിച്ചുപൊളി ജീവിതം നയിക്കാൻ, കിട്ടുന്ന പൈസ ഡ്രാഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ബാങ്കിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് അത് പരിപൂർണമായി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ. നമുക്കറിയാം, ഈ സദസ്സിലുള്ളതാകുന്ന 40-50 വയസ്സുള്ള ഉപ്പമാർ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. അവരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളുടേതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാർ അവരുടെ കൈകളിലേക്ക് ഒരു 10 രൂപ കൊടുത്താൽ, പഴയ കാലഘട്ടങ്ങളിൽ ഒരു 100 രൂപ കൊടുത്തിട്ട് മംഗലാപുരത്ത് പോയി ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ആ 100 രൂപയിൽ അവർ 50 രൂപ മിച്ചം പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് ഒരാഴ്ചയിലേക്ക് നമ്മളൊരു 3000 രൂപ 5000 രൂപ കൊടുത്താൽ പോലും വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നീ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് വാങ്ങിച്ച് വെച്ചിട്ട് പോയാൽ പോലും പോയി വരുമ്പോൾ ആ 5000 കൊടുത്തത് പരിപൂർണമായി ഫേഷ്യൽ ചെയ്തിട്ടോ മറ്റുമൊക്കെ ആയിട്ട് ദൂർത്തടിച്ചിട്ട് എങ്ങനെയെങ്കിലും 2 ഐസ്ക്രീം കഴിച്ച് തീർക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളാൻ. നീ പോയി 2 ദിവസത്തിനുള്ളിൽ തന്നെ നിനക്ക് ഫോൺ കോൾ വരികയാണ്, ഇവിടെ പൈസ ഒന്നും ഇല്ല കേട്ടോ, സാധനം തീർന്നിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടേതാകുന്ന ഭാര്യമാർ, നമ്മുടെ കുടുംബങ്ങളൊക്കെ എത്തി. ധൂർത്തും ദുർവ്വയത്തിനും ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കാൻ. അതുകൊണ്ട് മനസ്സിലാക്കി നമ്മളൊന്ന് ഒതുങ്ങി കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തില്ലാതായി അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ച് ഉള്ളതിനനുസരിച്ചുള്ള മാന്യമായ ജീവിതം, സംതൃപ്തി അടയുന്ന ജീവിതം നയിക്കാത്തത് കൊണ്ടാണ്. എന്ത് കിട്ടിയാലും സംതൃപ്തിയില്ല, എനിക്ക് കൂടുതൽ വേണം, എനിക്ക് ദുനിയാവ് വിശാലമാകണം. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വന്നാൽ വലിയ വിപത്താണ്. ഉള്ളതുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം ഒരുമിച്ചിരുന്നു കൊണ്ട് ആഹാരം കഴിക്കുന്ന പ്രവാസികളുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കാൻ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഇല്ലായ്മത്തരങ്ങളും വല്ലായ്മത്തരങ്ങളും ഉണ്ടാകുമ്പോഴും നാട്ടിൽ എന്ത് വിഷയം പറഞ്ഞാലും അപ്പോഴൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുന്നതാകുന്ന അവർക്ക് അല്ലാഹു പരിപൂർണമായ ഖൈർ ബറക്കാത്തുകൾ ചൊരിയട്ടെ.
വണ്ണംകുഴിയിലെ ഈ മക്കാമിന്റെ പരിസമാപ്തി കുറിക്കുന്ന ഈ സദസ്സിലിരുന്ന് പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ നാട്ടിലുള്ളതും മറുനാട്ടിലുമുള്ളതായ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും ഖൈർ ബറകാത്തുകൾ ചൊരിയട്ടെ. റാഹത്തായ ജീവിതം അള്ളാഹു സാധ്യമാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ആ ഒരു ജീവിതം കൈവരണം. ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ഒരു ജീവിതം എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കൈമുതലാക്കണം. ഖുർആൻ പറഞ്ഞ അതാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. ദുനിയാവിൽ അല്ലാഹു ചിലർക്ക് കൊടുത്തതാകുന്ന സമ്പാദ്യ സൗഭാഗ്യം കണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടണ്ട. ലിനഫ്തിനഹും ഫീ, അല്ലാഹു അവർക്കത് നൽകിയത് പരീക്ഷണമാണ്, പരീക്ഷണമാണ്. വരിസുഖു റബ്ബിക ഖൈറു വഅബ്ഖാ, നിന്റെ നാഥന്റെ വിഭവങ്ങളാണ് ഏറ്റവും കരണീയമായത്, എന്നെന്നും ശാശ്വതമായി നിലകൊള്ളുന്നത് അല്ലാഹു നൽകുന്നതായ റിസ്ഖാൻ. അള്ളാഹു നിനക്ക് റിസ്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ, അതാണ് ഏറ്റവും വലുത്. അല്ലാഹു പറയാൻ, അത് കിട്ടാൻ എന്ത് വേണം? ദാ കേട്ടോ, വഅമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും റാഹത്തുണ്ടാവാൻ, റിസ്ക് വിശാലമാകാൻ നീ നിസ്കരിക്കുകയും നിന്റെ കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിക്കുകയും ചെയ്യണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വസ്തബിർ അലൈഹാ, നിസ്കരിക്കാൻ കൽപ്പിച്ചാൽ മാത്രം പോരാ, അതിന്റെ മേൽ ക്ഷമിച്ചു നിൽക്കണം. അല്ലാഹു പറയാൻ, വഅമുർ അഹ്ലക. അഹ്ല എന്ന് പറഞ്ഞാൽ അഹ്ലി അയ്യാലി എന്നാണ് പറയാ. സ്വന്തം ഭാര്യ, കുടുംബാദികൾ. ആദ്യമായി ഉൾപ്പെടുത്തേണ്ടത് ഭാര്യയാണ്. ശരിക്കും മനസ്സിലാക്കണേ. ഞാൻ നിർത്താൻ, ലാസ്റ്റ് ഭാഗമാണ്. അഹ്ല് എന്ന് പറഞ്ഞാൽ ഭാര്യ. നമ്മളിൽ പല ആളുകളും കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യയോട് നിസ്കരിക്കാൻ പറയാത്തവരായി മിക്ക ഭർത്താക്കന്മാരും മാറിക്കഴിഞ്ഞു. പഴയ കാലത്ത് പറയും, ഇന്നത് പറയലില്ല. അതുകൊണ്ട് ഭാര്യമാർ എപ്പോഴും ഫേസ്ബുക്കിലാണ്, വാട്സാപ്പിലാണ്, ഇൻസ്റ്റാഗ്രാമിലാണ്. എന്തെങ്കിലും കണ്ടിട്ട് ഒരു മൂലയ്ക്ക് മാറിക്കിടക്കാണ്. യൂട്യൂബിന്റെ ചാനൽ കുറെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബെല്ലൈക്കൻ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്, ഒക്കെ ഇരുന്ന് കണ്ടു തീർക്കലാണ്. നിസ്കാരമില്ല. രാവിലെ സുബഹിക്ക് നീ എഴുന്നേറ്റിട്ട് പള്ളിയിൽ പോകുമ്പോഴത്തേക്കും ഭാര്യ നീ നിർബന്ധിക്കണം, എഴുന്നേൽക്കാൻ പറയണം. എഴുന്നേൽക്കാതെ കടന്നുറങ്ങുന്ന ഭാര്യയെ സ്നേഹത്താൽ ലാളത്താൽ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ ഒരൽപ്പം വെള്ളം തെളിക്കണം അവരുടെ മുഖത്ത്. വെള്ളം തളിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്നതാകുന്ന ഭർത്താവിന് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി ഭാര്യ വിളിക്കാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഭർത്താവ് ഉറക്കാണ്. രാത്രി 2 മണിക്ക് വന്ന് മംഗലാപുരത്ത് നിന്ന് ജോലി കഴിഞ്ഞ് വന്ന് കടന്നതാണ്, ക്ഷീണിതനാണ്. പക്ഷേ 2 മണിക്കൂർ ഉറങ്ങിയില്ലേ, എഴുന്നേൽക്ക്, 5 മണിയായി എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ഭർത്താവിനെ നിർബന്ധിച്ച് വിളിച്ചുണർത്തുമ്പോ ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് ഉറങ്ങുന്ന ഭർത്താവിന്റെ ചാരത്തിരുന്ന് തലയിൽ തലോടി ഒരൽപ്പം വെള്ളം മുഖത്ത് തെളിച്ചിട്ടാണെങ്കിലും എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണിന് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ കാരുണ്യം നമ്മളിൽ ആര് വാങ്ങിച്ചെടുത്തു എന്നാണ് എന്റെ ചോദ്യം. പരിശുദ്ധമായ നമസ്കാരം നമ്മളിലേക്ക് ഫർളാക്കപ്പെട്ടിട്ട് പ്രായപൂർത്തിയെത്തിയ തലം മുതൽ നമസ്കരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, 7 വയസ്സും 10 വയസ്സും മുതൽ നമസ്കാരങ്ങൾ ചിട്ടവെച്ചുകൊണ്ട് കടന്നു വന്നതായ മുസ്ലിമീങ്ങൾ എത്ര പേര് സ്വന്തം കുടുംബത്തെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നവരുണ്ട്?